എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്. അങ്കിൾ ആക്ച്വലി ഒരു ദിവസം ഗൾഫിലാണ്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ബർഗർ കഴിച്ചു. പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയാണ്. ഈവൻ ഫാമിലിക്ക് പോലും അറിയില്ല എന്ത് പറ്റി എന്നുള്ളത്. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് അവർ ഡയഗ്നോസ് ചെയ്തു അനാഫിലാക്സിസ് ആണെന്ന്. പക്ഷെ എന്തിനുള്ള റിയാക്ഷൻ ആണ് എന്ന് അപ്പോഴും അവർക്ക് മനസ്സിലായില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് പുള്ളിക്കാരന് വിനാഗിരി അലർജി ആണെന്ന്. വിനേഗർ അലർജി ഉള്ളത് കൊണ്ട് അന്ന് മയോണീസ് ഉണ്ടാക്കിയതിൽ അകത്ത് വിനേഗർ ഉണ്ടായിരുന്നുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ പറ്റിയത്. എന്താണ് ഈ അനാഫിലാറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു അലർജൻ അല്ലെങ്കിൽ ബോഡിക്ക് ഉള്ളിൽ ഒരു പാടില്ല എന്ന് തോന്നുന്ന ഒരു സാധനം ഉള്ളിലേക്ക് കയറുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. അത് മൈൽഡ് റിയാക്ഷൻ മുതൽ, അതായത് ജസ്റ്റ് ഒരു ചൊറിച്ചിലും തടിപ്പും മാത്രമായിട്ട് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അനാഫിലാറ്റിക് റിയാക്ഷൻ ആയിട്ടും വരാം. വിത്തിൻ സെക്കൻഡ് പേഷ്യന്റ് ഡെത്ത് ആയി പോവാം. അതിപ്പോ നമ്മൾ ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ പോയി ഞാൻ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് എന്റെ ബോഡി അലർജൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഫുഡ് ഞാൻ കഴിച്ചു, ഞാൻ അവിടെ തന്നെ മരിച്ചു വീഴാം. കാരണം അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടില്ല. പക്ഷെ വെൻ വി ആർ ഇൻ എ ഹോസ്പിറ്റൽ, നമ്മളൊരു ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. വൺസ് ഇഫ് വി ആർ ഡയഗ്നോസിങ് ഇറ്റ്, അത് നമ്മൾ എമർജൻസി ആയിട്ട് കണ്ടുപിടിക്കണം, എമർജൻസി ആയിട്ട് മെഡിസിൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് പുള്ളി എവിടെ പോയാലും വിനാഗർ ഉള്ള ഫുഡാണോ എന്ന് അന്വേഷിച്ചിട്ടേ പുള്ളി ഫുഡ് കഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുള്ളി ആ മെഡിസിൻ ഷോട്ട്സ്, അതായത് പുള്ളിയെ സേവ് ചെയ്യാനുള്ള മെഡിസിൻ ഷോട്ട്സ് എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കും. അപ്പൊ ഇത് ഒരു എമർജൻസി കണ്ടീഷനാണ്. നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല. മെഡിസിൻ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അലർജി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, സപ്പോർട്ടീവായിട്ട് പേഷ്യന്റ് ഓക്സിജൻ കൊടുക്കുക, ഫ്ലൂയിഡ് ഇടുക ബി പി കൂട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് 3 മെഡിസിൻസ് കൊടുക്കുക. എസ്കോർലിൻ, അവിൽ, അതുപോലെ തന്നെ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നതാണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫോർ അനാഫിലാറ്റിക് റിയാക്ഷൻ. അത് കൊടുക്കാതെ പേഷ്യന്റ് റിലീവ് ആവൂല. പക്ഷേ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. നെഞ്ചിടിപ്പ് കൂടും, അതായത് ഹാർട്ട് റേറ്റ് കൂടും, ബി പി കൂടും. ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. അത് കുറച്ച് നേരം കഴിഞ്ഞ് പേഷ്യന്റ് ആ സിംറ്റംസ് ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്യുമ്പോൾ പേഷ്യന്റ് നോർമൽ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോ ഇത് ഫുഡിന് മാത്രമാണോ? ഫുഡ് എങ്ങനത്തെ ഫുഡിനൊക്കെ വരാം? പീനട്സ്, അതായത് കടല, ഷെൽ ഫിഷ്, അതുപോലെ തന്നെ ചിലർക്ക് ബീഫ് അലർജി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് പാൽ അലർജി ഉള്ളവരുണ്ട്, ഈ മുട്ടയ്ക്ക് അലർജി ഉള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിൽ അലർജി ഉള്ളവരുണ്ടാവും. ഇപ്പൊ ഒരു കടന്നൽ കുത്തി അല്ലെങ്കിൽ എന്താണ് ഹണി ബി, തേനീച്ച കുത്തി, അങ്ങനെ വരുമ്പോൾ മരണപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്? ഇത് കാരണം ഉണ്ടാകുന്ന അനാഫിലാറ്റിക് റിയാക്ഷൻ കാരണമാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ സിവിയർ ആയിട്ട് അനാഫിലാക്സിസ് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലാറ്റക്സ് അഥവാ റബ്ബറിന് അലർജി വരുന്ന ആൾക്കാരുണ്ട്.